ഇന്ത്യ ഒരു ഗംഭീരമായിട്ടുള്ള പ്രതിരോധ ആയുധം ഉണ്ടാക്കുന്നുള്ള വാർത്ത വരുന്നുണ്ടല്ലോ. അതെ, ശരിയാണ്. അതായത് ഇന്ത്യ ഒരു ബയോമിമിക്രി നടത്തുകയാണ് എന്ന് പറയാം. ബയോമിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾ, മറ്റ് ജന്തുജാലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ അനുകരിക്കുക. നമുക്കറിയാം, ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ നമ്മൾ എന്താണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത്? തുമ്പിയോടാണ്. തുമ്പി പറക്കുന്നത് പോലെയാണ് നിന്ന് പറക്കാൻ ശേഷിയുള്ള, അന്തരീക്ഷത്തിൽ നിശ്ചലമായി ഈ പറന്നുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ കഴിവുള്ള ഒരു വ്യോമ വാഹനമാണ് ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്. ആ ഹെലികോപ്റ്ററിൻ്റെ നമ്മളെപ്പോഴും കണക്കാക്കാറുള്ള ഒരു തുമ്പിയുടെ ശൈലിയിലാണ്. അതേപോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു വാലുണ്ട്, അറ്റത്ത് ഒരു ചിറകുണ്ട്, രണ്ട് ചിറകുകൾ, മുന്നിലെ ചിറകുകൾ പോലെ ഈ പറയുന്ന ലീഫ് കറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിനെ ഉപമിക്കാറുള്ളത്. അതുപോലെയാണ് പല മീനിനോട് സാമ്യമുണ്ട് നമ്മുടെ വിമാനങ്ങൾക്കെല്ലാം തന്നെ. മത്സ്യത്തിൻ്റെ രൂപഘടനയിലാണ് എന്ന് പറയാം. അതുപോലെ ഒരു പക്ഷിയെ പോലെയും ഒക്കെയാണ് പക്ഷിയെ പോലെ പറക്കുന്നത്. എന്നാൽ മത്സ്യത്തിനോട് രൂപസാദൃശ്യം കൂടുതലുള്ളത് വിമാനത്തിനാണ് എന്നുള്ളതാണ്. കാരണം രണ്ട് ചിറക്, അതിൻ്റെ ഷേപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ വാലറ്റം, ഇതൊക്കെ ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മളങ്ങനെ ബയോമിമിക്രി പലപ്പോഴും ചെയ്യാറുണ്ട് എന്നുള്ള പറയാറുള്ളത്. നമ്മുടെ ഈ ഡ്രോണുകൾ പലതും ആ രീതിയിലൊക്കെ കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലൊക്കെ മാറ്റിയതായിട്ട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പക്ഷിയുടെ രൂപത്തിലുള്ള ഒരു ഡ്രോണ്, ചിറകടിച്ച് പറന്നു പോകാൻ കഴിയുന്ന ഡ്രോണിനെ ഉണ്ടാക്കി അതിനെ വെച്ച് നിരീക്ഷിക്കുന്നതും ഒക്കെ, അതുപോലെ തന്നെ തുമ്പിയുടെ ഷേപ്പിലൊക്കെയുള്ള ചെറിയ ശലഭത്തിൻ്റെയൊക്കെ ഷേപ്പിലൊക്കെയുള്ള ഡ്രോണുകളെ നിർമ്മിച്ചതിനെ പറ്റിയിട്ടും, ഇല്ലെങ്കിൽ ഈ വിട്ടിൽ പോലത്തെ ജീവികളുടെ രീതിയിലോ അതേ ശൈലിയിലോ ഒക്കെ ഡ്രോണുകൾ നിർമ്മിച്ചതുമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതായാലും അത്തരത്തിലുള്ള ഒരു ബയോമിമിക്രിക്ക് ഇന്ത്യയിലെ നാവികസേന അടക്കമുള്ള ഗവേഷകർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും അധികം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് നീരാളിയാണ്. നീരാളി, ഒക്ടോപ്പസ്, നമുക്കറിയാം. ഒരുപാട് കൈകളുണ്ട്. അതെ, ഒരുപാട് കൈകളുള്ള, നമുക്ക് കണ്ടാൽ ഭയം തോന്നുന്ന, ചുറ്റിപ്പിടിക്കാൻ കഴിവുള്ള, വലിയ ആക്രമണശേഷിയുള്ള ഒരു ജീവിയാണ്. ഈ നീരാളിയെ പറ്റിയിട്ട് പലപ്പോഴും പല തരത്തിലുള്ള വിവാദങ്ങളുമുണ്ട്. കാരണം ഇതിന് ഒന്നിലധികം തലച്ചോറുണ്ട്. അതിൻ്റെ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് കേന്ദ്രീകൃതമല്ല. അതിൻ്റെ കൈകളിലാണ് അതിൻ്റെ നാഡീവ്യവസ്ഥ ഉള്ളത്. അതിൻ്റെ ഈ കൈകളിലെ പല കൈകളിലുമായിട്ടാണ് അതിൻ്റെ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഇത് അന്യഗ്രഹത്തിൽ നിന്നെങ്ങോ വന്നതാണ് എന്നുള്ള ഊഹാപോഹങ്ങളും തമാശ കഥകളും വലിയ ഈ പറയുന്ന കഥകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കഥകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് വന്നതാണ്, ഭൂമിയിൽ ഇതിന് സാമ്യമുള്ള മറ്റ് ജീവികളില്ല, അതുകൊണ്ട് തന്നെ ഇത് എന്തോ പ്രത്യേകതയുള്ള മറ്റൊരു ജീവിയാണ്, ഇതിനെ കൊണ്ട് ഈ പറയുന്ന പ്രവചനം നടത്തിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അത് ഭയങ്കര ബുദ്ധിയുള്ള ജീവിയായിട്ട് ഇതിനെ കണക്കാക്കാറുണ്ട്. യൂട്യൂബിൽ അടിച്ചു നോക്കി അറിയാം ഒക്ടോപ്പസ്, പിയാനോ വായിക്കുന്ന ഒക്ടോപ്പസിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഓരോരോ പരിപാടി ഇതിനെ പറ്റി പറയാറുണ്ട്. അപ്പോൾ ആ മാതൃകയിൽ, അതായത് ഒക്ടോപ്പസിൻ്റെ, നീരാളിയുടെ മാതൃകയിലുള്ള ഡ്രോണുകൾ, അണ്ടർ വാട്ടർ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ അന്വേഷണം എന്ന് പറയുന്നത്, പരീക്ഷണം എന്ന് പറയുന്നത്. ഈ നീരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയിടുക്കുകളിൽ ഒക്കെ കയറി പോകാനൊക്കെ വളരെ വിരുതുള്ള, ഏത് ജീവിയെയും ആക്രമിച്ച് പിടിക്കാൻ പ്രത്യേക വിരുതുള്ള, ഒളിച്ചിരിക്കാൻ കഴിയുന്ന, ശരീരത്തിൻ്റെ നിറം മാറ്റാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള നീരാളിയെപ്പോലുള്ള ജീവിയെ അനുകരിച്ചുകൊണ്ട് ഒരു ആയുധം നിർമ്മിക്കുക എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ഒരു പ്രതിരോധ ആയുധം, ഇല്ലെങ്കിൽ പ്രതിരോധ ആയുധം, അല്ലെങ്കിൽ വാഹനം നിർമ്മിക്കുക എന്നുള്ളതൊക്കെയാണ്, നിരീക്ഷണ ഉപകരണമൊക്കെ നിർമ്മിക്കുക എന്നുള്ളതാണ് നേവി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പറയുന്ന ബയോമിമിക്രിയിലൂടെ ഒരു പുതിയ വാഹനത്തെ നിർമ്മിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. മനുഷ്യ നിയന്ത്രിതമായിട്ടുള്ളത് അല്ലാത്തതുമായിട്ടുള്ള ഇത്തരത്തിലൊരു വാഹനത്തെ നിർമ്മിച്ച് ഇറക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് വലിയ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഇതിന് ഈ പറയപ്പെടുന്ന, നമ്മൾ സാധാരണ പറയാറുള്ള സ്റ്റെൽത്ത് ശേഷി എന്ന് പറയുന്ന, സ്റ്റെൽത്ത് പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നീരാളി അന്തർവാഹിനിയെ നിർമ്മിക്കുക എന്നുള്ളത്. ചിലപ്പോൾ കൈകളൊക്കെ ഉണ്ടായിരിക്കും. കാരണം ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല നിരീക്ഷണങ്ങൾ നടത്താൻ കഴിയും, സമുദ്ര പരിവേഷണങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള, ഇല്ലെങ്കിൽ നമുക്കറിയാം ഒരു കൈയുള്ള ഒരു യന്ത്രമാണ് JCB, നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം മാജിക്കുകൾ കാണിക്കുന്നു. വലിയ ജോലികളെല്ലാം തന്നെ ചെയ്തു തീർക്കുന്ന JCBയോ ഇല്ലെങ്കിൽ ഈ പറയുന്ന അതുപോലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പോലെ. അപ്പോൾ ഇത്തരത്തിൽ പല കൈകളുള്ള, പല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ആധുനിക യന്ത്ര സംവിധാനത്തെ ഒരുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് നീരാളിയുടെ ഒരു മാതൃക ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒളിച്ചിരിക്കാനുള്ള ശേഷി, അതുപോലെ തന്നെ ചെറിയ ഇടങ്ങളിലേക്ക് ചെല്ലാൻ കഴിവ്, ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ആയുധം നിർമ്മിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നേവി ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒക്ടോപ്പസിൻ്റെ സവിശേഷതകളെ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ. അപ്പോൾ ശരീരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ശരീരത്തിൻ്റെ നിറം, ഉപരിതല ഘടന, ഊഷ്മാവ്, ഇതൊക്കെ ഇതിനെ പെട്ടെന്ന് മാറ്റാനും നീരാളിക്ക് അങ്ങനെയുള്ളൊരു ശേഷിയുണ്ട്. അപ്പോൾ ആ സ്റ്റെൽത്ത് എബിലിറ്റിയെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ വിഷ്വൽ, ഇൻഫ്രാറെഡ്, തെർമൽ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് പലപ്പോഴും ഒരു അണ്ടർ വാട്ടർ വെഹിക്കിൾ ആയാലും ശരി തന്നെ, ഒരു എയ്റോപ്ലെയിൻ ആയാലും ശരി തന്നെ, ഇതിൻ്റെയൊക്കെ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്നത്. ആ വിഷ്വലി കണ്ട് മനസ്സിലാക്കാൻ കഴിയും ഒരു വിമാനം വരുന്നതായിട്ട് ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ട് അറിയാൻ കഴിയും. മറ്റൊന്ന് എന്ന് പറയുന്നത് അതിൻ്റെ ഈ പറയുന്ന തെർമൽ, അതായത് ചൂട്, അതിനെ വെച്ചുകൊണ്ട് തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അറിയാൻ കഴിയും. അതിലൊക്കെ അപ്പുറത്തേക്ക് അറിയാൻ കഴിയാത്ത രീതിയിൽ ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഒരു യന്ത്ര സംവിധാനത്തെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതാണ്. സമുദ്രത്തിനടിയിൽ കൂടെ സഞ്ചരിക്കുന്നത് അതിപ്പോൾ ഒരു വലിയ ഉപകരണമായിരിക്കില്ല. നമ്മളിപ്പോൾ അന്തർവാഹിനിയൊക്കെ നമുക്കറിയാം. അന്തർവാഹിനി എത്രത്തോളം വലുതാണ്, ഇതിനകത്ത് നിരവധി ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ അന്തർവാഹിനി അല്ലാതെ ചെറിയ അന്തർവാഹിനികൾ ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വയം നിയന്ത്രിതമായിട്ടുള്ളത് ഇത് ഓൾറെഡി പല മേഖലകളിലും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നീരാളിയെ മാതൃകയാക്കിക്കൊണ്ട് ഒരു അന്തർവാഹിനി നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ആളില്ലാ അന്തർവാഹിനിയായിരിക്കാം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ നമുക്കങ്ങനെ പുറത്തേക്ക് വന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. അധികം പുറത്തേക്ക് വരാനും ഇടയില്ല. കാരണം പ്രതിരോധ രഹസ്യമാണ് ഇവയൊക്കെ എന്നുള്ളത്. എങ്കിലും ഇത്തരത്തിൽ ഒരു സമുദ്ര പരിവേഷണത്തിന് ഇല്ലെങ്കിൽ ഒരു പ്രതിരോധ സംവിധാനം തീർക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ ബയോമിമിക്രി ചെയ്തുകൊണ്ട് ഒരു ആയുധത്തെ നിർമ്മിക്കുക, അതിന് ഇന്ത്യ മുൻകൈ എടുക്കുന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അത് വലിയ മുന്നോട്ട് പോക്കിന്, വലിയ കുതിപ്പിന് ഒക്കെ കാരണമാവുകയും ചെയ്യും. ഒരു പ്രതിരോധ ആയുധം സാധാരണഗതിയിൽ നമ്മൾ നിർമ്മിക്കാറുള്ളത് ഇപ്പോൾ പറയും മിസൈലായാലും ശരി തന്നെ, ഇല്ലെങ്കിൽ പ്രതിരോധ വ്യോമ മിസൈലുകളായാലും ശരി തന്നെ, ഇല്ലെങ്കിൽ അത്യാധുനികമായിട്ടുള്ള പീരങ്കികൾ, ഇല്ലെങ്കിൽ തോക്കുകൾ, ഇതൊക്കെ നമ്മൾ നിർമ്മിക്കാറുണ്ട്. ഈ ഡ്രോണുകളുടെ കാര്യത്തിനകത്ത് ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ത്യ വലിയ രീതിയിൽ അതിനെ വികസിപ്പിക്കുന്നുമുണ്ട്. അപ്പോഴാണ് അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ കാര്യത്തെ പറ്റി പറയുന്നത്. അതിലാണ് നമ്മൾ ഈ പറഞ്ഞതുമെല്ലാം തന്നെ. അപ്പോൾ ഈ അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മുമ്പ് നമുക്കറിയാം റഷ്യയുടെ കാര്യം. റഷ്യ ഈ സ്വന്തമായിട്ട് എയർക്രാഫ്റ്റ് കാരിയർ ഉള്ള രാജ്യമല്ല. അവർ എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടാക്കാൻ ശേഷിയില്ലാത്ത രാജ്യമായതുകൊണ്ടല്ല, അത് വേണ്ട എന്ന് അവർ തീരുമാനം എടുത്തിരിക്കുന്നതുകൊണ്ടാണ്. കാരണം അവർ പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതൊരിക്കലും സുരക്ഷിതമല്ല. ആകാശത്ത് നിന്നൊരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അത് തകർന്നു പോകും. എന്തിനാണ് ഉണ്ടാക്കിയിട്ട് കാര്യം? അതുകൊണ്ട് തന്നെ അന്തർവാഹിനികളാണ് ഈ പറയുന്ന റഷ്യയുടെ വലിയ കരുത്തായിട്ട് അവർക്കുള്ളത്. പിന്നെ അവർക്ക് അറ്റാക്കിംഗ് ഷിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന എയർക്രാഫ്റ്റ് കാരിയറോട് വലിയ താല്പര്യം അവർ കാണിക്കാറില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യ അതേ പാതയിൽ തന്നെയാണ് എന്ന് പറയാം. 5ാം തലമുറ അന്തർവാഹിനിയെ റഷ്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ത്യ പുതിയ ഒരു അന്തർവാഹിനികൾ, അതില്ലെങ്കിൽ ഒരു പുതിയ സങ്കല്പത്തെ നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. നീരാളിയെ പോലിരിക്കുന്നു. നീരാളിയുടെ സവിശേഷതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. സ്റ്റെൽത്ത് ശേഷിയുണ്ട്, ഒളിച്ചിരിക്കാൻ കഴിവുള്ളതാണ്, ചെറിയ ഇടങ്ങളിൽ ചെല്ലാൻ കഴിയും. അപ്പോൾ ഇത് ഒരു അന്തർവാഹിനിക്കകത്ത് നിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന ചെറിയ അന്തർവാഹിനികളുടെ കൂട്ടമായിരിക്കാം എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. അതായത് ഒരു അന്തർവാഹിനിയിൽ നിന്ന്, ഒരു വലിയ അന്തർവാഹിനിയിൽ നിന്ന് നിരവധിയായിട്ടുള്ള ചെറിയ അന്തർവാഹിനികൾ, അതിനെ നിയന്ത്രിക്കുക, അതിന് ഈ പറയുന്ന നീരാളി കൈകൾ പോലെ സ്വയം നിയന്ത്രിക്കാനും മറ്റുള്ളതിനെ വകഞ്ഞു പിടിക്കാനും, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള യന്ത്ര സംവിധാനങ്ങളുടെ തകരാറുകളെ പരിഹരിക്കാനും. ഇപ്പോൾ ഒരു അന്തർവാഹിനിക്ക് തകരാറ് വന്നു, അതിൻ്റെ പ്രൊപ്പൽഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നു, വെള്ളത്തിന് അകത്തേക്ക് പോയിട്ട് മനുഷ്യർ നന്നാക്കുന്നതിനേക്കാൾ ഒരു മിഷൻ ചെന്ന് നന്നാക്കിയാൽ എങ്ങനെയിരിക്കും? അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ബഹുമുഖ ഉപയോഗങ്ങൾ കണ്ടുകൊണ്ട് ഒരു ആയുധത്തെ നിർമ്മിക്കുക എന്നുള്ളതായിരിക്കണം ഇന്ത്യൻ നേവി ലക്ഷ്യം വയ്ക്കുന്നത്. ആ ഒരു നീക്കത്തിലേക്കാണ് എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. ഇപ്പോൾ നാഷണൽ മീഡിയകളിലും ഡിഫൻസ് സൈറ്റുകളിലും എല്ലാം ഇത് വലിയൊരു ചർച്ചയാണ്. ആ ചർച്ചയിൽ പറയുന്നത് ഇതാണ്: ഇത്തരത്തിൽ ഒക്ടോപ്പസ് മാതൃകയിലുള്ള ഒരു ആയുധം ഇന്ത്യ നിർമ്മിക്കുന്നുണ്ടോ? അങ്ങനെ നിർമ്മിക്കുന്നതിനെ പറ്റി എന്താണ് ഇന്ത്യ പറയുന്നത്? അത് വലിയൊരു മുന്നോട്ട് പോക്കിലേക്ക് സഹായിക്കുന്നതാണ്. അത് പുതിയൊരു കണ്ടുപിടുത്തമായിരിക്കും. അത് ലോകരാജ്യങ്ങളിൽ ആരുടെയെങ്കിലും ഇപ്പോൾ നിലവിലുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയില്ല. അതിനെ പറ്റിയിട്ട് ഡിഫൻസ് സൈറ്റുകളിൽ തിരയുമ്പോൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ, ഇത്തരം മാതൃകകൾ, ബയോമിമിക്രികൾ പലതും മുമ്പും ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ അദൃശ്യമായി നിൽക്കുന്ന അന്തർവാഹിനികളെ പറ്റി അതിനെയൊക്കെ നിർമ്മിക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ അമേരിക്ക നടത്തിയിരുന്നതായും, ഈ ആംസ് റേസിൻ്റെ കാലഘട്ടത്ത് ശീതയുദ്ധത്തിൻ്റെ സമയത്തൊക്കെ വലിയ തോതിൽ അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും ഒക്കെ തന്നെ നവീനമായിട്ടുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് B-2 ബോംബറും U-2 ബോംബറും ഒക്കെ അറിയാം. U-2 ബോംബറിനെ പറ്റി കഴിഞ്ഞ ഇറാനിലെ നടത്തിയ ആക്രമണത്തിൻ്റെ സമയത്ത് നമ്മൾ അറിഞ്ഞതാണ്.
B2 ബോംബർ എന്ന് പറയുന്ന യുദ്ധവിമാനം ഇറാഖ് യുദ്ധം നടക്കുന്ന സമയത്താണ് അമേരിക്കയുടെ കയ്യിൽ ഇങ്ങനെ ഒരു വിമാനമുണ്ടെന്ന് ലോകം പോലും അറിയുന്നത്. അത് അവരേതാണ്ട് 90കളുടെ മധ്യത്തിൽ നിർമ്മിച്ച ഒരു യുദ്ധവിമാനമാണ്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ നീരാളി അന്തർവാഹിനി. അത് അധികം വൈകാതെ പുറത്തേക്ക് വരും. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ സവിശേഷതകൾ എന്നുള്ളത് നമുക്ക് അപ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അധികം വൈകില്ല എന്ന് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിങ്ങൾക്ക് മുന്നിൽ വ്യത്യസ്തവും മറ്റാരും പറയാത്തതുമായ വാർത്തകൾ എത്തിക്കുന്നു. ഈ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിൻ്റെ ബെൽ ഐക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.